നമുക്ക് ഒത്തിരി ആശ്വാസമാണ്, ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു. ത്രൂ ഔട്ട് പഠിത്തമായിരുന്നു രാത്രി മുഴുവനും. നിർത്താൻ പറഞ്ഞാലും അവൻ പറയും എനിക്ക് പഠിക്കണം എന്ന് പറയും. ഞങ്ങൾക്ക് ഒത്തിരി രക്ഷപ്പെട്ടതാണ് അവൻ്റെ ജോലിയിൽ നിന്ന്. സങ്കടം വന്നുമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈവറ്റ് ജോലിക്ക് പോകണം എന്ന് എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, അവര് കുറെ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ശ്രമിക്കുന്നു, ഒന്നും അങ്ങ് എത്തുന്നില്ല. കുറെ നാളായില്ലേ, അച്ഛനും പ്രായമാകുന്നു. അപ്പോൾ നീ വേണമല്ലോ വീട്ടുകാരെ, കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ 20,000 എങ്കിൽ 20,000, 12,000 എങ്കിൽ 12,000, അത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശത്തിലാ പറഞ്ഞവരാട്ടോ. 20,000 പോയ പിന്നെ സമയം മുഴുവൻ വേസ്റ്റാകുമ്പോൾ പിന്നെ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ എന്നും 20,000 അല്ലെ 25,000 ജീവിതമായിരിക്കും. അതുകൊണ്ട് അങ്ങ് തുറന്നോളാം. ബാക്കി അതാണ് ഞങ്ങൾ പറയാം, പുറകിൽ നിന്നുള്ള സപ്പോർട്ട് കാണും. ബാക്കി മുഴുവൻ അവൻ്റെ സ്വയം കഴിവ് തന്നെ. ഞങ്ങളുടെ ഒരുമെടുക്കുമായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് സാബു ചന്ദ്രൻ എന്നാണ്. ഞാൻ 2025 RRBPOയുടെ എക്സാം പാസ്സായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ. ഇതെൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ, ഇതമ്മ സീത. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ. ഞാൻ ഡിഗ്രി കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യണം, അടുത്ത എന്താണ് എന്നൊരു പ്ലാൻ പ്രത്യേകിച്ചൊന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബാങ്കിലേക്ക് തിരിയണം എന്നുള്ളൊരു ഇൻഫ്ലുവൻസ് വന്നത് എൻ്റെ കസിൻസാണ്. കുറച്ച് പേര് ബാങ്ക് എക്സാം എഴുതി ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിമാരോടും ചേട്ടനോടൊക്കെ ചോദിച്ച് അങ്ങനെയാണ് ബാങ്ക് എക്സാമിലേക്ക് വേണ്ടി തിരിഞ്ഞത്. അങ്ങനെ പഠിച്ചു തുടങ്ങി. കുറേ കാലം മുന്നോട്ട് പോയി. ഏകദേശം 5 വർഷത്തോളമായിട്ടും മുഴുവനായിട്ടൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. ആദ്യം പ്രിലിംസ് കിട്ടി. ചില സമയത്ത് പ്രിലിംസ് ചെറിയ മാർക്കിനൊക്കെ മിസ്സായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെ വിഷമത്തിലുണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ. പക്ഷെ പിന്നെ അത് ഇതിൻ്റെ ഒരു ഭാഗമാണെന്ന് പിന്നീട് മനസ്സിലായി. പിന്നീട് മെയിൻസ് കിട്ടി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുത്തു എന്നെ സംബന്ധിച്ച്. ഇടയ്ക്കൊരു വെള്ളപ്പൊക്കം വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കോവിഡ് വന്നപ്പോൾ ഗ്യാപ്പ് വന്നു. അപ്പോൾ അങ്ങനെ ഫുള്ള് ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് പേരൻസിൻ്റെ ഹെൽപ്പ് ഭയങ്കരമായിട്ട്. അവർ നിർത്തണ്ട, നീ പഠിക്ക്, ഇത്ര ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല, നീ അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ, ഇത് കണ്ടിന്യൂ ചെയ്യാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് എനിക്ക് തന്നു. അങ്ങനെ അവർ എന്നെ സപ്പോർട്ട് ചെയ്തതോടുകൂടി ഈ വർഷം എനിക്ക് അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റി RRBPO. അച്ഛനും അമ്മയും മാത്രമല്ല, എൻ്റെ വല്യച്ഛൻ, പേരമ്മമാർ, ഒരുപാട് പേര്, എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അമ്മായിമാരും എല്ലാവരും. അപ്പം എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ വെറും പിൻബലം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം എൻ്റെ കഴിവ്, എൻ്റെ സ്വയം അധ്വാനം, പാതിരാത്രി വരെ ഇരുന്നുള്ള പഠിത്തം, നിരന്തര ശ്രമം. ഞങ്ങൾ പുറകുന്നൊരു വെറും സപ്പോർട്ട് മാത്രമേ. പെയിന്റിങ്ങും ചെറിയ കൃഷിയൊക്കെയാണ്. അപ്പോൾ സാമ്പത്തികപരമായിട്ട് അത്ര നല്ല സ്ഥിതിയിലല്ല. ഞാൻ രക്ഷപ്പെട്ടാലേ വീട് രക്ഷപ്പെടുകയുള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് തന്നെയുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. പക്ഷേ ഞാൻ ഒരു ടാർഗറ്റ് വെച്ചിരുന്നത് വളരെ മുമ്പായിരുന്നു, നേരത്തെ ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അത് അത്രയും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം അതിനുവേണ്ടി സമയം ഒരുപാട് എടുത്തു. പേരൻസ് ഒരിക്കൽ പോലും എന്നോട് വേറൊരു ജോലിക്ക് ശ്രമിക്കുക, വേണ്ട, നിർത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ എൻ്റെ പേരൻസിൽ കാണുന്ന ഏറ്റവും വലിയ പോസിറ്റീവ്. അവരെന്നെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരോട് ഒരുപാട് കടപ്പാട് ഉണ്ട്, സ്നേഹമുണ്ട്. ഇടയ്ക്ക് സ്നേഹമുള്ളവർ പറയാറുണ്ട്, പ്രൈവറ്റിൽ എന്തെങ്കിലും വിടുക, 10,000-20,000 രൂപ ശമ്പളം കിട്ടും, അത് വേണ്ട. നേരെ ആ സമയം മുഴുവൻ ഇതിന് മുറിഞ്ഞു പോകും, ക്യാൻസലായി ഈ ശ്രമത്തിൽ. അത് നോക്കുമ്പോഴത്തേക്ക് ചെറിയ വരുമാനമായി. എന്നിട്ട് പിന്നെ വേറെ രീതിയിൽ അത് വേണ്ട. സ്വയം പഠിച്ചും എടുക്കാനായിട്ട് നല്ല രീതി വരാൻ വേണ്ടിയായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു. നമുക്ക് ഒത്തിരി ആശ്വാസമാണ്, ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ ജീവിതം തന്നെ രക്ഷപ്പെട്ടു. ത്രൂ ഔട്ട് പഠിത്തമായിരുന്നു രാത്രി മുഴുവനും. നിർത്താൻ പറഞ്ഞാലും അവൻ പറയും എനിക്ക് പഠിക്കണം എന്ന് പറയും. ഞങ്ങൾക്ക് ഒത്തിരി രക്ഷപ്പെട്ടതാണ് അവൻ്റെ ജോലിയിൽ നിന്ന്. സങ്കടം വന്നുമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്.
റിസൾട്ട് വന്ന ദിവസം ആരും വീട്ടിലുണ്ടായിരുന്നില്ല. 10 മണിക്ക് വൈകുന്നേരം 5 മണിക്ക് റിസൾട്ട് വരും എന്നുള്ള രീതിയിലാണ് ആദ്യം IBPS സൈറ്റിൽ കണ്ടത്. പക്ഷെ പെട്ടെന്ന് ഞാൻ കുളിക്കാനൊക്കെ പോയി തിരിച്ചു വന്നപ്പം വാട്സപ്പിലൊക്കെ ഇഷ്ടം പോലെ മിസ് കോളും കാര്യങ്ങളും ഒക്കെ. അപ്പം കണ്ട സമയത്ത് ഇതെന്ത് പറ്റിയെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ സൈറ്റ് എടുത്ത് നോക്കുമ്പോഴാണ് റിസൾട്ട് വന്ന കാര്യം അറിയുന്നത്. വളരെ പേടിച്ചിട്ടാണ് നോക്കിയത്, കണ്ണടച്ചൊക്കെ പിടിച്ചാണ് നോക്കിയത് റിസൾട്ട്. പക്ഷെ കിട്ടിയപ്പോൾ എന്താ പറയുക എനിക്കറിയില്ല, ഈ എന്തോ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ഞാനിവിടെ വന്ന് ഇവിടെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്, കൃഷ്ണന്റെ, ശിവന്റെ, യേശുക്രിസ്തുവിന്റെ ഒക്കെ. അവിടെ വന്ന് താങ്ക് യു ഒക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ പറയണ പോലെ സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ ഒക്കെ പോലെ ഞാൻ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു. ആരും ഇല്ലാത്തതുകൊണ്ട് ആരും അത് കണ്ടില്ല. വളരെ സന്തോഷമായിരുന്നു അതല്ല. പക്ഷെ പിന്നീട് അച്ഛനെ വിളിച്ചു പറഞ്ഞു. ആദ്യം അച്ഛനാണ് പറയുന്നത്. അമ്മ ഉച്ചയ്ക്ക് വരുവുണ്ടായിരുന്നുള്ളൂ, പുറത്തായിരുന്നു. അപ്പൊ അമ്മയോട് നേരിട്ട് പറയാം, അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാമെന്ന് വിചാരിച്ചു. പിന്നെ അവസാനം അമ്മ ഉച്ചയ്ക്ക് വന്ന സമയത്ത് അമ്മയോട് നേരിട്ട് പറയായിരുന്നു. അനിയത്തിയോടും അച്ഛനോട് ഫോൺ വിളിച്ചു പറഞ്ഞു. അമ്മയോട് പറഞ്ഞപ്പോൾ സൈഡിൽ മൊബൈല് വീഡിയോ ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് ഞാൻ ഇവിടെ വെച്ച് അമ്മയുടെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കുറച്ച് അങ്ങനെ അമ്മയുടെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ്. കരച്ചില് പക്ഷെ ആ വീഡിയോയില് കഴിക്കാൻ വേണ്ടി കയ്യിൽ ചോറാ കഴിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാ പറയുന്നത്. ആദ്യമേ ഇവൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ലെന്നാ പറഞ്ഞേ. അതുവരെ കിട്ടിയില്ല എന്ന് ഞാൻ ചോദിച്ചു. സാരമില്ല മോനെ, ഇനി നമുക്ക് കിട്ടിയില്ലെന്നല്ല അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമിക്കുമോ എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അപ്പൊ റിസൾട്ട് വരും എന്നുള്ള കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. കാരണം അമ്മ ഇങ്ങനെ റിസൾട്ട് വരാറാകുമ്പോൾ വരാറായോ എന്നൊക്കെ ഉള്ള രീതി ചോദിക്കും. അപ്പൊ അത് വേണ്ടല്ലോ, ഇനിയിപ്പം അത് പറഞ്ഞ് നമുക്കും ടെൻഷനാവും. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, റിസൾട്ട് ഇന്ന് വരും എന്നുള്ള കാര്യം ഒന്നും വീട്ടിൽ അറിയില്ല, എനിക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ വന്ന സമയത്ത് അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിഷമാകുമോ എന്നുള്ള രീതിയിലാണ് ചോദിച്ചപ്പോൾ ഇല്ലടാ, എന്താടാ കിട്ടിയില്ലേ കുഴപ്പമില്ല, നമുക്ക് ഇത്രയും കാലം ശ്രമിച്ചില്ലേ, ഈ വർഷം കിട്ടും, ഇന്റർവ്യൂ വരെ വന്നതല്ലേ, അടുത്ത ഇനിയിപ്പോൾ എക്സാം വരുമല്ലേ, നമുക്ക് നോക്കാന്നുള്ള രീതിയിൽ അമ്മ അന്ന് ആ സമയത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് കിട്ടിയില്ല എന്ന് 2-3 പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ പെട്ടെന്ന് ആ സങ്കടത്തിൽ നിന്ന് വേറെന്തൊക്കെയോ മഹഭാവത്തിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി വീഡിയോ എടുത്തു വെച്ചു. അങ്ങനെ അത് വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസം. പറഞ്ഞാ വിഷമാകുമോ? കിട്ടിയില്ലെന്ന് പറ, ഒരു കുഴപ്പമില്ല. കിട്ടി മോനെ, എന്റെ പൊന്നു മോനെ, അമ്മക്ക് കിട്ടിയല്ലോ. സത്യോടെ മോനെ കാണിച്ചോ, അമ്മയുടെ പൊന്നു കാണിച്ചോടാ. ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു, ഒത്തിരി സന്തോഷം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നതാണ്. കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോ അവനെ സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, സാരമില്ല മോനെ, ഇനിയും ട്രൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടും കേട്ടോ, ഇനിയും ട്രൈ ചെയ്യണം കേട്ടോ മോൻ, വേറെ ഒന്നിനും പോകണ്ട, മക്കള് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവൻ പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ എനിക്കൊന്നും അറിയാൻ മേല. നമ്മൾ രക്ഷപ്പെട്ടെന്നോ അവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് എൻ്റെ മനസ്സിൽ മുഴുവൻ ഒത്തിരി സന്തോഷമായി, ഒത്തിരി മറക്കാൻ പറ്റാത്ത സന്തോഷം. ഞാൻ ജോലി സ്ഥലത്തായിരുന്നു, ഫോൺ വിളിച്ച് പറഞ്ഞു കാര്യം. ഇതിനു മുമ്പ് ഈ സെക്കൻഡ് പാസ്സാകാതെ ഇരുന്നിട്ടാണ്. പാസ്സായി ഓക്കെ ആയിട്ടുണ്ട്, ഏകദേശം ഇൻ്റർവ്യൂ എന്നുള്ളൊരു കടമ്പേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ആരോടും ഇങ്ങനെ പറയണ്ട, നമുക്ക് 100% ഉറപ്പിച്ചിട്ട് മാത്രം പറഞ്ഞാൽ. പിന്നെ ഏറ്റവും സ്നേഹിതരോട് പറഞ്ഞു, ഞാൻ അഥവാ ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു പോയ കുട്ടികളെ കുറിച്ച് എനിക്കറിയാം. ഈ ടെസ്റ്റ് തന്നെ ഇവൻ്റെ തന്നെ വല്യമ്മയുടെ അല്ലേ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ പോയിട്ട് നിയമനം കിട്ടിയില്ല. നമ്മളിപ്പം എത്ര സന്തോഷം വന്നാലും അമിത സന്തോഷിക്കും, എത്ര ദുഃഖം വന്നാലും അമിതമായിട്ട് ദുഃഖിക്കുകയും ചെയ്യും. അതാണ് മനുഷ്യൻ്റെ ഒരു പൊതു. ഞാനങ്ങനെ ചെയ്യാം പൊതുവെ. ഫോണിൽ കൂടെ ആയിരുന്നു സംസാരിച്ചത്, അതുകൊണ്ട് നമുക്ക് റിയാക്ഷൻ സന്തോഷമുണ്ട്, പക്ഷെ ഒരുപാട് സന്തോഷം. അമ്മയാണ് ഭയങ്കര ഇമോഷണൽ. അമ്മയ്ക്കാണ് ഒരു സന്തോഷവും സങ്കടവും കൂടി എല്ലാം എക്സ്ട്രീമാണ്. എത്ര സന്തോഷം വന്നാലും ഞാൻ അമിത ആക്കിയ, സങ്കടം വന്നാലും അമിത സങ്കടം പറയുമ്പോൾ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാനല്ലോ. അങ്ങനെ ഒരു ചിന്താഗതിക്കാരനാണ്. ഒരുപാടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതലും വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് എടുത്ത് എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ എപ്പോഴും വെള്ളം കയറുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഒരു ജൂലൈ മാസം തൊട്ട് അങ്ങോട്ട് സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ വെള്ളം ഉണ്ടാവും ഇവിടെ.
അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മളെ എക്സ്ട്രാ ആയിട്ട് പുറത്ത് പോകേണ്ടി വരും, പല കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കൊരു സമയം അത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളൊരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഇന്നത് പഠിച്ച് തീർത്താലേ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന 2 മോക്ക് ചെയ്താലേ ഞാൻ ഉറങ്ങുള്ളൂ എന്നൊരു തീരുമാനം എടുത്താൽ നമ്മളന്ന് എന്ത് കല്യാണത്തിനോ എന്ത് പരിപാടിക്ക് പോയാൽ പോലും നമ്മളത് തീർത്തിട്ടേ കിടക്കുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തതും. അതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി ടാർഗറ്റൊക്കെ ഞാൻ എനിക്ക് ചെയ്ത് തീർത്തിട്ടേ ഞാൻ കിടക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല വീട്ടിലിരുന്ന് പഠിക്കുന്നതിനെ കുറിച്ച്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് റൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. റിൻറ്റു മിസ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് എന്ത് സംശയം വേണേലും ആൾക്കാരോട് ചോദിക്കായിരുന്നു. അലോക്കിൻ്റെ ഉണ്ടായിരുന്നു, വിദ്യയുടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനോട് തന്നെ ബാക്കിയുള്ള പഠിക്കുന്ന ഇപ്പം എഴുതുന്ന ആൾക്കാരുടെയൊക്കെ വളരെ ഹെൽപ്ഫുൾ ഉണ്ടായിരുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, അവർ പറഞ്ഞു തരും. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചേച്ചിമാരോടും ഇവിടുത്തെ നാത്തൂൻ ചേച്ചിമാരോടും എല്ലാവരോടും പറഞ്ഞു ഷെയർ ചെയ്തു. എൻ്റെ സന്തോഷം ആരോടൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല. പെരുമ്പിള്ളിക്കാവിലമ്മോടാണ് ആദ്യം പറഞ്ഞത്. ആ അമ്മയാണ് ഒത്തിരി ചെയ്ത് 12 ദിവസത്തെ പൂജയൊക്കെ ചെയ്ത്. അമ്മ വിശ്വാസിയാണ്. അപ്പോൾ എപ്പോഴും അമ്പലത്തിൽ പോവും, എനിക്ക് വേണ്ടി പ്രാർത്ഥന അത് ഇത് അങ്ങനെയുണ്ട്. അപ്പോൾ അമ്പലവും പള്ളിയും ഒക്കെ ഇനിയിപ്പോൾ ഓരോ അമ്പലത്തിലും പള്ളിയിലൊക്കെ നേർച്ച ഇനി ചെയ്യാൻ കിടക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ നേർന്നിട്ടുണ്ട്. അമ്മ വിശ്വസിക്കുന്നു അങ്ങനെ രീതിയിൽ. അത് എനിക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നമ്മളെ ആരോ സഹായിക്കാനുണ്ടെന്നുള്ളൊരു തോന്നൽ എക്സ്ട്രാ ആരറിയില്ല. അപ്പോൾ ഹിന്ദു ദൈവത്തിന് മാത്രമല്ലെന്നോ അല്ല, വല്ലവും പള്ളിയില് വടയാർ പള്ളിയില് എല്ലാം മെഴുകുതിരി കത്തിക്കാം. അപ്പൊ ഒരു മനസ്സിലായല്ലോ. അപ്പൊ എന്താണേലും ഇമോഷന്റെ ഒരു അറ്റമാണ്. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അമ്മ അങ്ങനെ ചെയ്യുന്നതോടുകൂടി എനിക്കും വളരെ പോസിറ്റീവായിരുന്നു. പലപ്പോഴും കിട്ടാതെയൊക്കെ വരുമ്പം ഇതെന്നും എത്തുന്നില്ലല്ലോ, കുറെ നാളായല്ലോ, കുറെ വർഷങ്ങളായല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാരുടെ സപ്പോർട്ടും അമ്മയുടെ പ്രാർത്ഥനയും എല്ലാം നല്ല രീതിയിൽ കൊണ്ടെത്തിച്ചു എന്ന് വിശ്വസിക്കുന്നു. അവൻ മുറി അടച്ചിട്ടിരുന്ന പഠിക്കാറ്. ഞാനൊന്ന് ശല്യപ്പെടുത്താനൊന്നും ചെല്ലാറില്ല. എന്നാലും മോനെ ചോറുണ്ടാകുന്നൊക്കെ പറഞ്ഞ് വിളിച്ചാലും അവൻ പറയും വേണ്ടമ്മേ ഞാനിത് പഠിക്കട്ടെ, എന്നിട്ട് മതി, പഠിച്ചു കഴിഞ്ഞ് മതി എന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ കാര്യത്തിന് പോകും. പിന്നെ ചോറ് കൊണ്ടണ ഒരു സമയത്താണ്. ചോറ് കൊണ്ടു അവൻ കൃത്യസമയത്തൊന്നും ചോറിനാകില്ല. പഠിത്തം തന്നെയായിരുന്നു, ത്രൂ ഔട്ട് പഠിത്തമായിരുന്നു. അതിന്റെ ഫലം ദൈവം കൊടുത്തു എന്നാ ഞാൻ വിശ്വസിക്കുന്നത്. രാത്രി കംപ്ലീറ്റ് പഠിത്തം, ഉറങ്ങാറേ ഇല്ല. 2 മണി വരെയൊക്കെ എപ്പൊ ഞാൻ ഉണർന്നാലും അവൻ പഠിത്താ, എപ്പൊ ഉണർന്നാലും അവൻ പഠിത്താ. അന്നേരം ഞാൻ പറയാറുണ്ട് പിന്നെ പഠിക്കാം, പിന്നെ കിടക്കാം, അല്ല പിന്നെ വായിക്കാം എന്നൊക്കെ പറഞ്ഞാലും അവൻ കേൾക്കൂല. അവൻ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കും. പ്രൈവറ്റ് ജോലിക്ക് പോകണം എന്ന് എന്നോട് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊന്നും കൊണ്ടല്ല, അവര് കുറെ വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ ശ്രമിക്കുന്നു, ഒന്നും അങ്ങ് എത്തുന്നില്ല. എത്താതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ കുറെ നാളായില്ലേ അച്ഛനും പ്രായമാകുന്നു. അപ്പോൾ നീ വേണമല്ലോ വീട്ടുകാരെ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടത്. അപ്പോൾ 20,000 എങ്കിൽ 20,000, 12,000 എങ്കിൽ 12,000 അത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞവരാട്ടോ. പക്ഷെ അത് വീട്ടുകാരാണ് വേണ്ട. 20,000 പോയ ഇവന്റെ സമയം മുഴുവൻ വേസ്റ്റാകുമ്പോൾ പിന്നെ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ എന്നും 20,000 അല്ലെ 25,000 ഒരു ജീവിതമായിരുന്നു. അതുകൊണ്ട് അങ്ങ് തുറന്നോളാം. ബാക്കി അതാണ് ഞങ്ങൾ പറയാം, പുറകിൽ നിന്നുള്ള സപ്പോർട്ട് നമുക്ക്. ബാക്കി മുഴുവൻ അവൻ്റെ സ്വയം കഴിവ് തന്നെ. ഞങ്ങളുടെ ഒരുമിടുക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തികമായിട്ട് അത്ര ബെറ്റർ പൊസിഷൻ അല്ല നമ്മൾ. അപ്പോൾ അച്ഛന് എന്നെ ബാങ്ക് കോച്ചിങ്ങിനോ അല്ലെ ബാക്കി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യത്തിന് വിടാൻ എപ്പോഴും എന്നെ സാധിക്കണം എന്നില്ല. ഞാൻ പഠിച്ചതൊക്കെ നവോദയയിലാണ്. 12th വരെ പഠിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് അങ്ങോട്ട് നമുക്ക് ചിലപ്പം ലൈഫിനെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ നേരത്ത് ചിലപ്പോൾ നമുക്ക് നല്ല കാശ് മുടക്കുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. വീട്ടിൽ അങ്ങനെ നിന്നൊരു സാഹചര്യത്തിലാണ് എൻ്റെ വല്യച്ഛനുണ്ട്, ആള് പേരമ്മ, അങ്ങനെ എന്നെ ഒരുപാട് കോമ്പറ്റേറ്റീവ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാൻ വേണ്ടി കാശ് തരാമെന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട്, കാശ് തന്നവരെ മാത്രമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, എല്ലാവരും ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചവരുണ്ട്. ഫാമിലിയിൽ, ഫ്രണ്ട്സിൽ, എല്ലാവരും, റിലേറ്റീവ്സ് എല്ലാവരും. അവരോടൊക്കെ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുക. ശ്രമിച്ചാൽ കിട്ടതായിട്ടൊന്നുമില്ല. ഞാനാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ.
ഞാൻ 5 വർഷത്തോളമായിട്ട് പഠിക്കുന്നു. പല തവണ പ്രിലിംസ് കിട്ടും, മെയിൻസ് നഷ്ടപ്പെടും, ചെറിയ മാർക്കിനൊക്കെ മിസ്സാവും. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നീട് ഒരു സമയത്തിന് ഗ്യാപ്പ് വന്നപ്പോൾ പ്രിലിംസ് കിട്ടാത്തൊരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വർഷം എനിക്ക് ആകെ 2 പ്രിലിംസ് എന്തോ കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു പ്രശ്നവും കൂടെ ആ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നു. കാരണം ഞാൻ എല്ലാ എക്സാം എഴുതും, ബാങ്ക്, SSC, PSC, റെയിൽവേ, വരാത്ത ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എല്ലാം എഴുതാറുണ്ട്. ഇപ്പം നിങ്ങൾ ബാങ്ക് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുക, പഠിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും. എല്ലാം പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്നില്ല. എനിക്ക് അങ്ങനെ ഒരു വർഷം മെയിൻ പ്രിലിംസ് എല്ലാം കിട്ടിയിട്ട് അവസാനം ഈ ഒന്നും കിട്ടാതെ പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, 100% വിജയം നിങ്ങളുടെ കൂടെയാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരും, നിർത്തരുത്, കണ്ടിന്യൂസ് ചെയ്ത് പഠിക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അത് ഞാനാണ് ഉറപ്പ്. എൻ്റെ ഒരു പഠനത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. രാവിലെ ഇത്ര സമയം പഠിക്കാം, രാവിലെ നേരത്തെ എണീക്കാം എന്നൊരു സ്ട്രാറ്റജി എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ലേറ്റ് ആയിട്ടിരുന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. ലേറ്റ് ആയിട്ട് പഠിക്കുക, രാത്രി ലേറ്റ് ആയിട്ട് കിടക്കുക, ഇത്തിരി താമസിച്ച് എണീക്കുക, അതാണ് എൻ്റെ ഒരു രീതി. എനിക്ക് രാവിലെ എണീറ്റ് പഠിക്കുമ്പോൾ അത്രയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന് കൂടുതൽ സമയം കണ്ടെത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉചിതമായൊരു സമയം കണ്ടെത്തുക. മിനിമം ഒരു ദിവസം ഇത്ര സമയമെങ്കിലും പഠിക്കാൻ പറ്റും, പഠിക്കണം എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുക അതിനനുസരിച്ച് പഠിച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവും അങ്ങനെ പഠിക്കുകയാണെങ്കിൽ, ഉറപ്പ്. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. ഇപ്പോൾ ബാങ്ക് കോച്ചിങ്ങിന് വന്ന ഒരാൾക്ക് മാത്സ് പാടാണ്, എപ്പോഴും പാടാന്ന് പറയുന്നത് തന്നെ ശരിയല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് പ്രിപ്പയർ ചെയ്ത് ശരിയാക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള റീസണിങ്ങും ഇംഗ്ലീഷിനൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു. മാത്സിനാണ് ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത്. പ്രിലിംസ് എനിക്കത് മാത്സിന് അത്രയും ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ ഞാൻ പാസ്സാവുമായിരുന്നു, കാരണം റീസണിങ്ങിനും ഇംഗ്ലീഷിനും മാർക്കുണ്ട്. പക്ഷെ മെയിൻസ് വരുമ്പോൾ നമുക്ക് ആ പരിപാടി നടക്കില്ല. മെയിൻസിന് മാത്സ് തന്നെ ഇമ്പ്രൂവ് ചെയ്യണം, എല്ലാ കാര്യത്തിലും നമ്മളൊരു ഓവറോൾ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് എനിക്കത് റിയലൈസ് ചെയ്തതും മെയിൻസ് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. പിന്നീട് ഞാൻ അതിനുവേണ്ടി തന്നെ മാത്സിന് വേണ്ടി കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഓരോ ടോപ്പിക്കും എടുത്തെടുത്ത് പഠിക്കാൻ തുടങ്ങി. ഇപ്പം അരിത്തമെറ്റിക്ക് നമുക്ക് പ്രിലിംസിന് അങ്ങ് ഒരുപാട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. DIയും നമ്പർ സീരീസും ഒക്കെ വെച്ച് നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ അരിത്തമെറ്റിക്ക് മെയിൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ ഓരോ ടോപ്പിക്കും എടുത്ത് ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ടു ഹയസ്റ്റ് ലെവല് പഠിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു. അത് ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ എടുത്തൊരു തീരുമാനമാണ്. ആളും ഇതുപോലെ ബാങ്ക് എക്സാമിന് ട്രൈ ചെയ്യുവാണ്. ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നീട് എൻ്റെ അനിയത്തി, അവൾ ഇപ്പം ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. ആൾ ഇതുപോലെ കഴിഞ്ഞ LD ക്ലർക്ക് വന്ന സമയത്ത് PSCക്ക് വേണ്ടി പഠിക്കാനിരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം ആ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ അതും വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ മിനിമം ഇത്ര സമയം നമ്മൾ പഠിക്കാതെ കിടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കസിൻസും അനിയത്തിയും എല്ലാവരും ഇങ്ങനത്തെ രീതിയിൽ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് ആ മാത്സിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി പിന്നീട് മാറുമായിരുന്നു. മെയിൻസ് വന്നപ്പോൾ എനിക്ക് മാത്സും സാധാരണ പോലെ ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അതും ഒരുപാട് ഹെൽപ്ഫുള്ളായി. പിന്നീട് മെയിൻസ് വന്നപ്പോൾ എല്ലാ ഡെയിലി കറണ്ട് അഫയേഴ്സ് നോക്കി പോകുന്നുണ്ടായിരുന്നു. അതെനിക്ക് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഡെയിലി ഇന്ന് നടക്കുന്ന കാര്യം ഞാൻ ഇന്ന് തന്നെ എഴുതി വെച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കുമായിരുന്നു. അത് മെയിൻസിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് SBIPയുടെ എക്സാം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും പഠിക്കാനുള്ള സാഹചര്യമുണ്ട്, സമയമുണ്ട്. അപ്പോൾ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ കയറുന്ന ജോലി ചിലപ്പം നിങ്ങൾക്ക് താല്പര്യം പിന്നീട് തോന്നാതിരിക്കാം. മേ ബി ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. പകരം പഠിക്കുക, നിങ്ങൾക്ക് സമയം കണ്ടെത്തി പഠിക്കുക. ഇഷ്ടമുള്ള ജോലിയിലേക്ക് മാറാനുള്ള സാഹചര്യം എപ്പോഴും ഉണ്ട്. പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഒരു ഫ്ലോയിൽ ഇപ്പോൾ പഠിച്ചിട്ടാണല്ലോ ഇപ്പോൾ കയറുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് കണ്ടിന്യൂസ് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഇപ്പം അതുപോലെ തന്നെ JIB CIB കോഴ്സുകളൊക്കെ ഉണ്ട്. ഇൻക്രിമെൻ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ബാങ്കിൻ്റെ തന്നെ അതും പഠിക്കുക. അതും ഈ കയറുന്ന ഒരു സാഹചര്യത്തിൽ ആ ഫ്ലോയിൽ അങ്ങ് പഠിച്ച് പോകുന്നതാണ് പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പഠിക്കുക, എപ്പോഴും പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുക. ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന സമയത്താണ് കോട്ടയത്ത് വരാന്ത റേസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അറിഞ്ഞത്. ഞാൻ അവിടെ ഒന്ന് തിരക്കി, ഇഷ്ടപ്പെട്ടു, എന്നാൽ ജോയിൻ ചെയ്തേക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഞാൻ കോംബോയാണ് എടുത്തത്. SSCയും ബാങ്ക് കോംബോ ആയിരുന്നു. രണ്ടും പഠിക്കുന്നുണ്ടായിരുന്നു ഒരേ സമയം തന്നെ. അതിന് അവിടെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ലാബ് ഫെസിലിറ്റി ഉണ്ടായിരുന്നു, മാത്രമല്ല ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ പ്രത്യേകിച്ച് മെൻറ്റേഴ്സ്, റിൻറ്റു മിസ്സിൻ്റെ ഭയങ്കര ഹെൽപ്പായിരുന്നു മിസ്സ്. മാത്രമല്ല ബാക്കിയുള്ള മെൻറ്റേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അവിടെ വരുമ്പോൾ തന്നെ നമുക്ക്
ഇപ്പോൾ ഇന്ന് ഇനി ക്ലാസ്സിൽ പോകണ്ട എന്നൊരു തോന്നലേ ഇല്ല. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെല്ലാം എന്നുള്ളൊരു തോന്നലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിത്തം ഒരു സൈഡിൽ കൂടെ നടക്കും, ഫ്രണ്ട്സുമായിട്ടുള്ള ചാറ്റും കാര്യങ്ങളും അങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കും. അപ്പോൾ നമുക്ക് അവരും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അവർ വളരെ എന്താ പറയുക, എനിക്കറിയില്ല, അവരും ഇങ്ങനെ നമ്മുടെ ലൈഫിലെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അങ്ങനെ വരാന്ത റൈസും എൻ്റെ ഈ വിജയത്തിൽ ഒരു വലിയൊരു ഭാഗമായിട്ട് തന്നെ നിലനിൽക്കും. ഫസ്റ്റ് സാലറി ഞാൻ ഉപയോഗിച്ചത് സത്യം പറഞ്ഞാൽ ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ. കാരണം ഫസ്റ്റ് സാലറി കിട്ടുന്നതിൻ്റെ തലേ ദിവസം ബാങ്കിൽ ചെന്നപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം സാലറി ക്രെഡിറ്റ് ആവുന്ന ദിവസം ഞാൻ ബെഡിൽ കിടപ്പിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സാലറി പിന്നീട് എല്ലാവർക്കും ചിലവ് കൊടുക്കണം, ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരും എനിക്ക് എന്തൊക്കെയൊക്കെ ചെയ്യണമെന്നുണ്ട്. അവരൊക്കെ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്തതല്ലേ, പക്ഷെ എനിക്കറിയില്ല അവർക്ക് എന്താണ് ഞാൻ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ കാശ് ഇങ്ങനെ വെച്ചു. അപ്പോൾ വീട്ടിൽ കുറച്ച് വെള്ളം, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, വീട് ഈ ഏരിയ കുറച്ച് വെള്ളം പൊങ്ങുന്ന ഏരിയയാണ്. അപ്പം അതിന് വെള്ളം പൊങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് മാത്രമാണ്, അതിനുവേണ്ടി മാത്രമേ ഞാൻ കാശ് ചിലവാക്കിയിട്ടുള്ളൂ. ഫ്രണ്ട്സും ഫാമിലി എല്ലാവരും ക്ഷമിക്കുക, ഞാൻ ഇതുവരെ അതിനുള്ള സാഹചര്യം കിട്ടിയില്ലെന്ന് മാത്രമല്ല എന്താണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ അത്രയും ഹെൽപ്ഫുള്ളായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാൾ. നന്ദി ഇപ്പം രേഖപ്പെടുത്തുന്നു, ബാക്കി നേരിട്ട് കാണാം. ഇതെൻ്റെ അനിയത്തി ശ്രീലക്ഷ്മി, ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു ദേവമാതാ കോളേജിൽ. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നാൾ PSCക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. മാത്രമല്ല ഒരുമിച്ച് പഠിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആണ്. നമുക്ക് ഇപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ ഇത്തിരി ഉഴപ്പാണെങ്കിൽ ആൾ എന്നെ ഇതെന്നെ കാണിക്കുന്നത്, പഠിക്കാത്തത് എന്താ എന്നൊക്കെ ചോദിച്ചാൽ എന്നെ ഫയർ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒരു ദിവസം നമുക്ക് ഇത്ര നേരം പഠിച്ചിട്ടേ കിടക്കുകയുള്ളൂ, ഇന്ന ടോപ്പിക്ക് നമ്മളെന്തായാലും ഫിനിഷ് ചെയ്തേ കിടക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം ഡെയിലി ടാർഗറ്റ് വെച്ച് പഠിക്കാൻ തുടങ്ങിയത് ഇവളുടെ കൂടെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്. PSC ആണ് ഞങ്ങൾ പഠിച്ചത്. വളരെ എനിക്ക് GK ചില കാര്യങ്ങളിൽ സയൻസൊക്കെ അത്ര നല്ലതൊന്നും അല്ല, എനിക്ക് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. പക്ഷെ എന്നാൽ പോലും ഇവളുടെ കൂടെ ഇരുന്ന് പഠിച്ചപ്പോൾ അതുപോലും എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നി, നന്നായിട്ട് പഠിക്കാൻ പറ്റി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇനി ഇവളുടെ ഉത്തരവാദിത്തമാണ് ഒരു ജോലി മേടിക്കുക എന്നുള്ളത്. ജോലി മേടിക്കട്ടെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. രാത്രിയാണെങ്കിലും ഇരുന്ന് പഠിക്കും. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇത്രയും വർഷം എടുത്തിട്ട് എന്താ ഒന്നും കിട്ടാത്തേ. പക്ഷെ എനിക്ക് കുഴപ്പമില്ലെന്ന് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, എന്തായാലും ഒരു ദിവസം അച്ചീവ് ചെയ്യുമെന്ന്. ഞാൻ ചേട്ടന് ജോലി കിട്ടിയത് അറിഞ്ഞത് ക്ലാസ് ടൈം ബ്രേക്കിൻ്റെ ടൈമിലാണ്. അപ്പോൾ ഫോൺ എടുത്ത് എന്താ ഞാൻ ഓർത്ത് വല്ല ഓർഡറും വന്നിട്ട് അങ്ങനെ വല്ലതും വിളിച്ചായിരിക്കും എന്ന്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല റിസൾട്ടിന്. പക്ഷേ ശരിക്കും ഞാൻ ഭയങ്കര ഷോക്കായി പോയി, ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഫ്രണ്ട്സിനോട് ഞാൻ പറയേണ്ടി വന്നില്ല, കാര്യം ഞാൻ അവരുടെ നടുക്ക് നിന്നാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടിയോ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓടിക്കൂടി. എന്നിട്ട് ചോദിച്ചു ചേട്ടന് എന്തായി എന്നൊക്കെ ചോദിച്ചപ്പോൾ കിട്ടി, ചേട്ടന് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പം അവർക്കും ഭയങ്കര ഹാപ്പിയായി. ആദ്യം ചോദിച്ച ചിലവാണ്. ഫസ്റ്റ് സാലറി ഞാൻ നൈസായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ കയ്യിൽ നിന്ന് ചിലവ് മേടിച്ചു, മുടി വെട്ടാനായിട്ട്. അച്ഛനാണ് തരാമെന്ന് പറഞ്ഞു, പക്ഷേ എന്താണ് അൺഎക്സ്പെക്റ്റഡ്ലി ചേട്ടൻ തരേണ്ടി വന്നു. ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ ചിലവ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചോദിക്കണ ചോദ്യം ചേട്ടൻ്റെ പാത പിന്തുടരാനാണോ എന്ന്. പക്ഷേ ചേട്ടൻ തന്നെ എന്നോട് പറഞ്ഞ ബാങ്ക് വേണമെങ്കിൽ ഇച്ചിരി റിസ്ക് എടുക്കാമെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്ന്. അതുകൊണ്ട് എനിക്ക് ബാങ്കിനോട് വലിയ താല്പര്യമില്ല. ഞാൻ SSC നോക്കാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് പ്ലാൻ. ചേട്ടൻ്റെ ഒരു എന്താ പറയുക ഇരുന്ന് പഠിക്കലും എനിക്ക് അത്ഭുതമാണ്. കാര്യം ഞാൻ നേരത്തെയൊക്കെ +2 ടൈമിലൊക്കെ ഇരുന്ന് നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും കണ്ടിന്യൂസ് ആയിട്ടൊന്നും പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ചേട്ടനെ കാണുമ്പോൾ ശരിക്കും അത്ഭുതം വിചാരിച്ചിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരൊറ്റ ഇരിപ്പിനങ്ങ് തീർക്കും. അത് ചൂടാണേലും മഴയാണേലും. എനിക്കൊക്കെ ചൂടും മഴയൊക്കെ വന്നാൽ അപ്പോൾ ഞാൻ ബെഡിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇൻസ്പയറിങ് ആണ്. എങ്ങനെയാ ഇപ്പം എല്ലാവർക്കും ഇപ്പം എക്സ്പെക്റ്റേഷൻ ലെവൽ കൂടിയിട്ടുണ്ട് എൻ്റെ തന്നെ. കാര്യം ചേട്ടൻ ഇത്രയും ലെവലെത്തി, അപ്പോൾ ഞാൻ ഒന്നും ആയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം പഠിക്കണം എന്നൊരു SSCയിലോട്ട് തിരിയാനും ഞാൻ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ഫസ്റ്റ് ഞാൻ ചോദിക്കുന്നത് ചേട്ടനോടാണ്. ഇപ്പം കൊമേഴ്സ് എടുത്തതും അങ്ങനെയാണ്, ഏത് കോളേജിൽ എടുത്തതും ചേട്ടൻ്റെ തീരുമാനമാണ്, എല്ലാം ചേട്ടൻ്റെ തീരുമാനമാണ്. അപ്പം ഇപ്പം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു ഒരു ജോലി മേടിക്കുക എന്നുള്ളത്. എല്ലാവരുടെയും ലൈഫിലുള്ള പോലെ തന്നെ അതിലെന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തതാണ് എൻ്റെ കൂട്ടുകാർ. ഇവരാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും. രഞ്ജിമ, ഗീതാഞ്ജനു, ആര്യ, അജീഷ, ആതിര. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും വേണ്ടത് നമ്മുടെ കറേജാണ്, മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം. അതിലെനിക്ക് ഏറ്റവും ഇൻഫ്ലുവൻസ് ആകുന്നതും എൻ്റെ കൂട്ടുകാർ തന്നെയാണ്. ബാക്കി ആരെക്കാൾ ഉപരി നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ബാക്കി റിലേറ്റീവ്സും ഉണ്ട്, ഗുരുക്കന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ കൂട്ടുകാരാണ്. അതിൽ ഏറ്റവും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ നമ്മളെ ഒന്ന് അപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ പറ്റുള്ളൂ. അതിൽ ബാക്കി ചിലവർ നമുക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആവാം. പക്ഷേ എൻ്റെ കൂട്ടുകാരെപ്പോഴും എനിക്ക് ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന ദിവസം സാബു ആദ്യം ലൈബ്രറിയിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത്. അപ്പം പുള്ളി എന്നും പേപ്പറൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ജനറൽ നോളജിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കുന്ന വ്യക്തിയാണ്. പിന്നെ നമുക്ക് ഡൗട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പുള്ളി പറഞ്ഞൊക്കെ തരും. നമ്മൾ ആദ്യം കോംബോ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ SSCയുടെയും ബാങ്കിൻ്റെയും കൂടെ ഒന്നിച്ചായതുകൊണ്ട് SSCയുടെ കുറേ ടോപ്പിക്കൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അതൊക്കെ വളരെയധികം ബെനിഫിഷ്യൽ ആയിരുന്നു തോന്നുന്നു. ജനുവരി 1 റിസൾട്ട് വന്നത്. റിസൾട്ട് വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വളരെ ടെൻഷനോടുകൂടി തന്നെയാണ് റിസൾട്ട് നോക്കിയതല്ല. അപ്പോൾ ആദ്യം അറിഞ്ഞപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആരോട് ഇത് ഷെയർ ചെയ്യണം എന്നുള്ള കാര്യം തന്നെയായിരുന്നു ആദ്യത്തെ ഡൗട്ട്. ഞാൻ കുറച്ചു നേരം ചുമ്മാ മിണ്ടാതിരിക്കുമായിരുന്നു ആദ്യം. പിന്നീട് ആ റിയാലിറ്റിയിലേക്ക് ഒന്ന് ഉൾക്കൊണ്ടപ്പോഴാണ് പിന്നെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞതും എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെയാണ്. അവരോട് അത് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും അവർ തിരിച്ച് നമുക്ക് തരുന്ന ഒരു റെസ്പോൺസും വളരെ ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് അപ്പാക്കിയിട്ടുണ്ട്. പിന്നീടാണ് എൻ്റെ പേരൻസ് പോലും ഈ കാര്യം അറിഞ്ഞത്. 1-ാം തീയതി തന്നെ എനിക്ക് റിസൾട്ട് അറിയാനായിട്ടുണ്ടായിരുന്നു. RRB-PO ഞാനും എഴുതിയായിരുന്നു. അപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് അന്നായിരുന്നു വന്നത്. അപ്പം ആ ഒരു റിസൾട്ട് അറിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഞാനൊരു മൂഡ് ഓഫിലായിട്ടിരുന്നപ്പോഴാണ് സാബുവിൻ്റെ റിസൾട്ട് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്നു. സാബു ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടതിനെക്കാട്ടിലും കൂടുതൽ സാബു കഷ്ടപ്പെട്ടുണ്ട്. റേസിലായിരുന്നെങ്കിലും രാവിലെ 9 മണിക്ക് റേസ് തുറക്കുമ്പം ഫ്രണ്ടിൽ തന്നെ സാബു എപ്പോഴും വരുമായിരുന്നു. അതുപോലെ റേസ് അടയ്ക്കുമ്പോൾ തന്നെയാണ് സാബു എപ്പോഴും റേസിൽ നിന്ന് പോയതൊക്കെ. അതുപോലെ ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് സാബുവിന് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും സാബുവിൻ്റെ സർക്കിളിൽ ഉണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം സാബുവിന് ഒരുപാട് ഡൗട്ട്സൊക്കെ ഫ്രണ്ട്സിന് ക്ലിയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. സ്വന്തം കാര്യം മാത്രമല്ല, കുറേ ഗേൾസ് ഫ്രണ്ട്സാണ് സാബുവിന് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ സാബുവിൻ്റെ കൂടെ ഇരിക്കുമ്പം ഫ്രണ്ട്സൊക്കെ എല്ലാവരും ഭയങ്കര ചിരിയും കളിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്കിനും ഫ്രണ്ട്സൊന്നും ഇല്ലായിരുന്ന സമയത്ത് ഒരു സർക്കിൾ, നമുക്കറിയാലോ റേസിന് സർക്കിളിൽ നിന്ന് വന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ പുതിയൊരു സർക്കിളിൻ്റെ കൂടെ ഇരുന്നപ്പോഴത്തേക്കിനും സാബുവിൻ്റെ സർക്കിളിൽ ഒന്ന് കയറിയാൽ മതി എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. കാരണം സാബു ഭയങ്കരമായിട്ട് ജോലി ടൈപ്പായിരുന്നു. ചേട്ടൻ റിസൾട്ട് പ്രിലിംസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ചേട്ടൻ അപ്പോഴും കോൺഫിഡൻസ് ഒന്നുമില്ല കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അത് കഴിഞ്ഞ് ചേട്ടൻ റിസൾട്ട് ഒന്ന് പറഞ്ഞിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് തന്നെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, ഇനി ഇന്ന് വരുന്നുണ്ട് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് അങ്ങനെ ഓരോന്ന് നമ്മളെ മോട്ടിവേറ്റ് കൂടെ ചെയ്യുന്നുണ്ട് ചേട്ടൻ പഠിക്കുന്നതിൻ്റെയോടൊപ്പം. ഞങ്ങളുടെ കൂടെ പഠിത്തം മാത്രമല്ലായിരുന്നു, ഞങ്ങളുടെ എൻജോയ്മെൻറ്റും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചേട്ടൻ ഹാർഡ് വർക്കും ചെയ്യുമായിരുന്നു. ചേട്ടൻ വന്നപ്പോൾ തൊട്ട് തന്നെ നല്ല ഡെഡിക്കേറ്റഡ് ആണ്, നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. മോക്ക് ടെസ്റ്റൊക്കെ ആണല്ലോ ഒരു ദിവസം തന്നെ 2-3 എണ്ണമൊക്കെ എടുക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ചാണ് മോക്ക് ടെസ്റ്റൊക്കെ എടുക്കാനിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തന്നെ 2-3 ഒക്കെ എടുക്കുന്നതാണ്. പിന്നെ GK-ലൊക്കെ നല്ല നോളജാണ്. നമ്മൾ വാട്സപ്പിൽ കൂടെ ആണെങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഡൗട്ട് ചോദിച്ചാൽ അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് വോയിസ് ആയി ചാനലിലും പറഞ്ഞൊക്കെ തരും. റിസൾട്ട് വന്ന കാര്യം പ്രിലിംസ് പാസ്സായപ്പോഴും പറഞ്ഞു, പിന്നെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടും പറഞ്ഞായിരുന്നു. പോയെന്നാണ് പറയുന്നത് ഇൻ്റർവ്യൂ. പക്ഷേ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കിട്ടുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. എനിക്ക് കിട്ടിയ പോലെ തന്നെ സന്തോഷമാണ് ചേട്ടന് കിട്ടിയപ്പോഴത്തേനും. ആദ്യമേ എനിക്ക് ചേട്ടനോട് ഞാൻ എങ്ങനെ കമ്പനി ആയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഫെബ്രുവരി ബാച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആ ബാച്ചിൽ തന്നെയാണ് ചേട്ടൻ വന്നതും. പക്ഷേ ഒത്തിരി ലേറ്റായിട്ടാണ്, ഇവരെ കഴിഞ്ഞൊക്കെ ഒത്തിരി ലേറ്റായിട്ടാണ് ഞങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് ഫോം ചെയ്തത് തന്നെ. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരുടെ കൂട്ടത്തിൽ ഇരുന്ന് സർക്കിളിൽ ഇരുന്നിരുന്ന് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിലുണ്ടായത്. പിന്നെ അപ്പം തൊട്ടും ചേട്ടനാണെങ്കിൽ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു, ഇഷ്ടം പോലെ മോക്ക് എടുക്കുമായിരുന്നു. നേരത്തെ ഇവർ പറഞ്ഞ പോലെ പേപ്പറൊക്കെ നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം സ്വന്തമായിട്ട് പഠിക്കുന്നതിനോടൊപ്പം നമ്മളോടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, എക്സാം എഴുതണം അങ്ങനെയൊക്കെ പറയുമായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. ശരിക്കും ഗ്രൂപ്പായിട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും ആദ്യം ചെയ്തത്.
അത് ആര്യ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് SSCയുടെ ഇതായിരുന്നു, പ്രത്യേകിച്ച് കോംബോ ആയിട്ടാണ് ചേർന്നത്. SSCയുടെ സർക്കിളാണ് കണ്ടിന്യൂ ചെയ്തത്. ആ സമയത്ത് GK പഠിക്കണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഇന്റൻഷൻ. അത് ഇത്തിരി പുറകോട്ടുമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അപ്പൊ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ് ആദ്യം ചെയ്തത്. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതാണ് കോമ്പറ്റീഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല, പരസ്പരം കോമ്പറ്റീഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമായിരുന്നു. സഹായിക്കുന്നത് മാത്രമല്ല, അവർ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അറിയാവുന്നത് എനിക്കും പറഞ്ഞു തരും. അപ്പൊ നമുക്കൊരു മ്യൂച്വലി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അതാണ് കോമ്പറ്റീഷൻ ആണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു കാര്യങ്ങളെല്ലാം. ഹായ്, എൻ്റെ പേര് അലോക് വിജയ്. ഞാൻ ഇവിടെ SSC മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം ഞാനിത് മെൻറ്റർ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ നമുക്കറിയാം നല്ലതായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചു വന്നത്. അതെല്ലാം കഴിഞ്ഞ് പുള്ളിതായ തന്നെ ഇവിടെ നിന്ന് പഠിച്ച എല്ലാ ലാബിലൊക്കെ കയറി നല്ലതായിട്ട് വർക്ക് ചെയ്തിട്ട് അങ്ങനെ ജോലി കിട്ടിയ ഒരാളാണ്. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു, പണ്ടോട്ടേ കണ്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾ ആഘോഷിക്കേണ്ട സമയത്ത് ആഘോഷിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിക്കേണ്ട സമയത്ത് ഞങ്ങൾ കറക്റ്റായിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പോൾ സ്വന്തമായി നല്ലതായിട്ട് എഫേർട്ട് ഇട്ടിട്ടുള്ളതാണ് സാബു. അപ്പോൾ നമ്മൾ ആ പഠിക്കുന്ന സമയത്തല്ലാതെ പുള്ളിയുടേതായുള്ള എഫേർട്ടുകൾ കൂടുതൽ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന റിസൾട്ട് കിട്ടിയത്. എൻ്റെ പേര് വിദ്യ. ഞാനിവിടെ ഇവിടുത്തെ മെൻറ്ററാണ്. സാബുചേട്ടൻ ഇതുപോലെ തന്നെ ലാബിൽ എപ്പോഴും വന്ന് ഞങ്ങളെല്ലാം ഒരു ബാച്ച് തന്നെയായിരുന്നു. സാബുചേട്ടൻ കൂടുതൽ ലാബിൽ യൂസ് ചെയ്തു, ലാബ് മോക്ക് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റിസൾട്ട് ഇപ്പം കിട്ടി. സാബുചേട്ടനെ ആദ്യം കണ്ടപ്പോൾ മിണ്ടാൻ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാണ് ആള്. അത് കഴിഞ്ഞ് പിന്നെ മിണ്ടി തുടങ്ങിയപ്പോൾ ആള് പാവമാണ്. പിന്നെ പഠിക്കുന്നതിലാണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ അവരുടെ ബാച്ചായിട്ട്, ഞാൻ വേറെ ബാച്ചാണ് എന്നാലും അവരുടെ ബാച്ചുമായിട്ട് എല്ലാവരുമായിട്ടും കമ്പനിയായി. അങ്ങനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സാബുചേട്ടനാണെങ്കിൽ ലാബിലാണ് കൂടുതൽ ടൈം ലാബിലാണ് കണ്ടേക്കുന്നത്. ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ചത് എൻ്റെ മെൻറ്ററായിട്ടുണ്ടായിരുന്ന റിന്റു മിസ് ആയിരുന്നു. റിന്റു മിസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും മിസ് പറയുമായിരുന്നു, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ കുഴപ്പമില്ല, എത്ര രാത്രിയാണെന്ന് നീ ചോദിച്ചോ, നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പറയുമായിരുന്നു. അങ്ങനെ ഒരുപാട് തവണ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് റിന്റു മിസ്. ഈ അവസരത്തിൽ ഞാൻ മിസ്സിനെ നന്നായിട്ട് ഓർക്കുന്നു. പിന്നീട് എൻ്റെ കൂടെ പഠിച്ചവരാണ് അലോക്കൊക്കെ. അവനെ കണ്ടാൽ പ്രായം തോന്നുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കമ്പനിയായി, എൻ്റെ പ്രായം തന്നെ വിചാരിച്ചു ആ സമയത്ത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. പിന്നെ മെൻറ്ററായി അവൻ മാറി. ആ സമയത്തും എന്നെ പഠിപ്പിച്ചിട്ടില്ല, രണ്ടുപേരും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്കൊരു ഡൗട്ട് തോന്നും. ഞാൻ വീട്ടിൽ നിന്ന് കുറച്ചാൾ പഠിച്ച സമയത്ത് പോലും എന്ത് ഡൗട്ടാണെങ്കിലും രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും അവൻ സംശയം തീർത്ത് തരുമായിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എൻ്റെ ഈ വിജയത്തിൽ സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കറിയില്ല ആരൊക്കെയാണ്, ഇനി എടുത്തു പറഞ്ഞ് മിസ്സായി പോകുന്നുള്ള ആൾക്കാർ അത്രയും നമ്പർ ഓഫ് ആൾക്കാരാണ്. അച്ഛൻ, അമ്മ, അനിയത്തി, കസിൻസ്, എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച എൻ്റെ വേറെ ബാങ്ക് എക്സാമിനൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ്, വരാന്ത റൈസിലെ ആൾക്കാർ, അതുപോലെ തന്നെ എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ റിലേറ്റീവ്സ്, പേരമ്മമാർ, അമ്മായിമാർ, വല്യച്ഛൻ. എനിക്ക് വല്യച്ഛനോടൊക്കെ തീർത്താത്ത നന്ദിയുണ്ട്. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയാനില്ല ആരെയാണ് എന്നുള്ള കൂടുതൽ ഹെൽപ്പ് ചെയ്ത്, അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും എന്നെ സഹായിച്ച എൻ്റെ ഈ വിജയത്തിൽ ഭാഗമായിട്ടുള്ള എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.